നമ്മുടെ എറണാകുളം നഗരത്തിന് അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒന്നാണ് താന്തോന്നി തുരുത്ത്. ഈ താന്തോന്നി തുരുത്തിൽ കുടിവെള്ളം എത്തിയിട്ട് മാസങ്ങളായി എന്നുള്ളതാണ് നമ്മുടെ വാർത്ത. മറുകരയിൽ പോയും മഴവെള്ളം അരിച്ചെടുത്തുമൊക്കെയാണ് ഈ തുരുത്തിലുള്ളവർ കുടിവെള്ളം കണ്ടെത്തുന്നത്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാനില്ലത്രേ. താന്തോന്നി തുരുത്തിലുള്ളവരുടെ ജീവിതം ഏതാനും ആഴ്ചകളായി ഇങ്ങനെയാണ്. കോർപ്പറേഷൻ പൈപ്പിൽ നിന്ന് വരുന്നത് കാറ്റ് മാത്രമാണ്. പേടിച്ചിട്ട് എടുക്കാനും പറ്റും, കുടിക്കണുണ്ട് ഞങ്ങൾ. എന്ത് വരുമെന്ന് അറിയാൻ പാടില്ല. വെള്ളം കുടിച്ചാൽ ചില നേരം കലക്കവെള്ളം വരും, ചിലപ്പോൾ കരട് വരും, എല്ലാം മനുണ്ട് ഇതിൽ കൂടി. അപ്പം ഞങ്ങൾ സഹിച്ച് കഴിക്കണേ. ചുറ്റുപാടും വെള്ളമാണെങ്കിലും കോർപ്പറേഷൻ വെള്ളത്തെ ആശ്രയിച്ചാണ് താന്തോന്നി തുരുത്തിലുള്ളവരുടെ ജീവിതം. എന്നാൽ കോർപ്പറേഷൻ വെള്ളം വന്നിട്ട് മാസങ്ങളായി. മഴക്കാലമായതിനാൽ മഴവെള്ളം തുണിയിൽ അരിച്ചെടുത്താണ് കുടിവെള്ളം കണ്ടെത്തുന്നത്. പക്ഷേ കുട്ടിക്ക് എലിപ്പനി വന്നതോടെ അതും എടുക്കാൻ കഴിയാതെയായി. ഞങ്ങൾ ഈ മഴവെള്ളം ടർപ്പായി ഇട്ടിട്ടേ പകലുള്ള നേരം വെള്ളം പിടിക്കും. അത് ഞങ്ങൾ ഇങ്ങനെ അരിച്ചിട്ട് അവിടെ ഡ്രമ്മിൽ അരിച്ചാണ് വെള്ളം വെച്ചത്. അത് അപ്പം അത് കഞ്ഞിക്ക് ഉപയോഗിക്കും. പിന്നെ രാത്രി വീണ വെള്ളമൊക്കെ ഞങ്ങൾ ഇങ്ങനെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാനും പാത്രം കഴുകാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഇതേപോലെ അരിച്ച വെള്ളം കൊടുക്കണം ഞങ്ങൾ. പിന്നെ ഈ മഴ വന്ന വെള്ളം ഇതിലിങ്ങനെ പിടിച്ചിട്ടാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ ആദ്യമൊക്കെ കഞ്ഞിക്ക വെച്ച് എടുത്ത് വെച്ചത്. അപ്പം മോന് ചേച്ചിയുടെ മോനുണ്ട്, അവന് ഈ എലിപ്പനി വന്നതുകൊണ്ട് പിന്നെ അതപ്പോൾ മറ്റേ പരിപാടി കഞ്ഞി വെക്കാൻ പറ്റണില്ല ഞങ്ങൾക്ക്. കുട്ടികളും പ്രായമായവരുമെല്ലാം കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്നത് കായൽ വെള്ളമാണ്. ഉപ്പുരസമുള്ള ദിവസങ്ങളാണെങ്കിൽ ആ മാർഗവും നിലയ്ക്കും. ഞങ്ങൾ തെക്ക് പോയി വെള്ളം കൊണ്ടുവരും, എല്ലാ സ്ഥലത്ത് പോയി വെള്ളം കൊണ്ടുവരും. അല്ലെങ്കിൽ അക്കരെ പോകും മകൻ. ഈ പണിയും കഴിഞ്ഞ് വന്നും കൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് വെള്ളം. അവിടെ ഞങ്ങൾ വെള്ളം എടുക്കാനായിട്ട് കുളിക്കാനും അലക്കാനും ഒക്കെ ടർപ്പോളം കെട്ടിയാണ് ഞങ്ങൾ വെള്ളം എടുക്കണം ഈ പെരപ്പുറത്ത്. തോണി തുഴഞ്ഞ് ദൂരെ പോയാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യത്തിലാണ് ഈ നാട്ടുകാർ. ബണ്ട് റോഡിനും ബോട്ടിനുമായെല്ലാം സമരങ്ങൾ ഏറെ ചെയ്തിട്ടുണ്ട് താന്തോന്നി തുരുത്തുകാർ. ഇനി കുടിനീരിനായി സമരം ചെയ്യണമെങ്കിൽ അതിനും തയ്യാറായി നിൽക്കുകയാണ് ഈ തുരുത്തിലുള്ളവർ. ക്യാമറാമാൻ ജിതിനൊപ്പം സൈഫുന്നിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.